നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. ഉദ്ഘാടനത്തിനൊരുങ്ങി വിഴിഞ്ഞം തുറമുഖം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തെത്തും. തുറമുഖം കമ്മീഷനിംഗ് നാളെ രാവിലെ 10:30. ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വിട്ടുനിൽക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് ഇന്നും നാളെയും തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ഉദ്ഘാടനം ചെയ്യാനിരിക്കെ വിഴിഞ്ഞം ആരുടെ നേട്ടമാണ് എന്നതിനെ ചൊല്ലി പരസ്യയുദ്ധം. ഇന്നത്തെ 2 പത്രങ്ങളിൽ വിഴിഞ്ഞം പരസ്യങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും തുല്യ പ്രാധാന്യം നൽകി സംസ്ഥാന സർക്കാരിന്റെ പരസ്യം. നരേന്ദ്രമോദിക്ക് അഭിവാദ്യവുമായി BJPയുടെ പരസ്യവും പത്രങ്ങളിൽ. BJP പരസ്യത്തിലുള്ളത് പ്രധാനമന്ത്രിയുടെയും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെയും ചിത്രങ്ങൾ. വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള വഴിയിൽ ഉമ്മൻചാണ്ടിക്ക് നന്ദി അറിയിച്ചുള്ള പോസ്റ്ററുകളും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ അഴിമതി ആരോപിച്ചവർ ഇപ്പോൾ അതിന്റെ പേരിൽ കൊട്ടിഘോഷിക്കുകയാണെന്ന് ഷാഫി പറമ്പിൽ MP. പിണറായി എന്ന ബലാൽ ദേവന്റെ സ്വർണ്ണപ്രതിഭ എത്ര ഉയർത്തിക്കെട്ടാൻ ശ്രമിച്ചാലും ഉമ്മൻചാണ്ടി എന്ന ബാഹുബലി രൂപമാണ് ജനമനസ്സുകളിൽ ഉള്ളത്. ഉമ്മൻചാണ്ടി സർക്കാർ ദീർഘവീക്ഷണത്തോടെ നടപ്പാക്കിയ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ സന്തോഷമെന്നും ഷാഫി പറമ്പിൽ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നിയന്ത്രണ രേഖയിൽ പ്രകോപനം തുടർന്ന പാകിസ്ഥാൻ. ഉറി, കുപ്വാര, അഖനൂർ മേഖലകളിൽ വെടിവയ്പ്. പാക് സൈന്യത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലുകൾക്കും നടന്മാരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കും ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യൻ നിലപാടിനിടെ ഷിംല സന്ദർശനം മാറ്റിവെച്ച രാഷ്ട്രപതി. മെയ് 5 മുതൽ 9 വരെയായിരുന്നു ഷിംല സന്ദർശനം നടത്താനിരുന്നത്. മെയ് ആദ്യവാരം നടക്കാനിരിക്കുന്ന റഷ്യൻ സന്ദർശനം പ്രധാനമന്ത്രിയും റദ്ദാക്കിയിരുന്നു. പഹൽഗാമിൽ ഇന്ത്യ തിരിച്ചടിക്ക് നീക്കം ശക്തമാക്കുന്നുവെന്ന സൂചനകൾക്കിടെയാണ് യാത്രാ പരിപാടികളിലെ മാറ്റം. ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ ഇന്ത്യക്കൊപ്പമെന്ന് ആവർത്തിച്ച് അമേരിക്ക. പാക് ഇന്ത്യ രാഷ്ട്ര നേതാക്കളുമായി സംസാരിച്ച വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. പാക് വിമാനങ്ങൾക്കുള്ള ഇന്ത്യയുടെ വ്യോമയാന വിലക്ക് നിലവിൽ വന്നു. വിവാദ പരാമർശവുമായി സംഘപരിവാർ നേതാവ് കല്ലടുക്ക പ്രഭാകർ ഭട്ട്. വാളും കത്തിയും ഉയർത്തിക്കാണിച്ചാൽ പഹൽഗാം ഭീകരാക്രമണം പോലുള്ളവ സംഭവം ഉണ്ടാകില്ലെന്നും വീട്ടിൽ വാൾ കരുതണമെന്നുമാണ് ആഹ്വാനം. കാസർഗോഡ് ബോർഖാടിയിൽ വെച്ചാണ് പ്രഭാകർ ഭട്ട് വിവാദ പ്രസംഗം നടത്തിയത്. തലസ്ഥാനത്ത് വീണ്ടും ബോംബ് ഭീഷണി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ 3 സ്ഥലങ്ങളിലാണ് ഭീഷണി സന്ദേശം. പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനെ സർവീസിൽ തിരിച്ചെടുത്ത് ഉത്തരവ്. കൈക്കൂലി കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് നടപടി. 10ലധികം കേസിൽ പ്രതിയായ സുധീഷ് കുമാറിനെ തിരിച്ചെടുക്കാൻ വനമന്ത്രി ഇടപെട്ടതായി ആരോപണം. പുലിപ്പല്ലി കേസിൽ റാപ്പ് ഗായകൻ വേടനെതിരെ തിടുക്കപ്പെട്ട നടപടികൾ വേണ്ടെന്ന നിലപാട് മാറ്റവുമായി വനം വകുപ്പ്. വേടനെ അനുകൂലിച്ചുള്ള പൊതുസമൂഹത്തിന്റെ വികാരം മാനിക്കണമെന്ന് വനമന്ത്രി AK ശശീന്ദ്രന്റെ കുറിപ്പ്. മന്ത്രിയുടെ നിലപാട് മാറ്റത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതൃപ്തി. റാപ്പർ വേടനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ ദൗർഭാഗ്യകരമെന്ന് വനമന്ത്രി. പൊതുസമൂഹത്തിന്റെ വികാരം പരിഗണിക്കാനുള്ള ബാധ്യത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട്. മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ലഭിച്ച നീതി വേടന് ലഭിച്ചില്ല എന്നത് പ്രസക്തമാണ്. തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കുന്നതിന് തടസ്സമില്ലെന്നും വനമന്ത്രി. എല്ലാവർക്കും ഉള്ള നീതി വേടൻ ലഭിച്ചില്ലെന്ന ചോദ്യങ്ങൾ പരിശോധിക്കപ്പെടണമെന്ന് ഷാഫി പറമ്പിൽ MP. എത്ര ചെറിയ ഡോസ് ആണെങ്കിലും ലഹരി ഉപയോഗത്തെ പിന്തുണയ്ക്കില്ല. എന്നാൽ തിരുത്താൻ തയ്യാറാണ് എന്ന് വേടൻ പറയുമ്പോൾ അതിനോടൊപ്പം നിൽക്കും. വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ അടിച്ചമർത്താൻ ഈ സാഹചര്യത്തെ ചിലർ ഉപയോഗപ്പെടുത്തുകയാണ്. സർക്കാർ വീഴ്ചകൾ ഓരോ ദിവസവും തെളിവ് സഹിതം പുറത്തുവരികയാണെന്നും ഷാഫി പറമ്പിൽ MP. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ അനുബന്ധ രേഖകൾ ഉടൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിക്കില്ല. അനുബന്ധ രേഖകളായി ഉള്ളത് 25,000-ലധികം പേജുകൾ. ഇത് ഉടൻ കൈമാറാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് EDയെ അറിയിച്ച വിചാരണ കോടതി. നേരത്തെ കുറ്റപത്രത്തിന്റെ പകർപ്പ് വിചാരണ കോടതി EDക്ക് കൈമാറിയിരുന്നു. ആശാ വർക്കേഴ്സിനെ പിന്തുണച്ചതിന് തനിക്ക് അഭിപ്രായ വിലക്ക് നേരിടേണ്ടി വന്നെന്ന് മല്ലിക സാരാഭായ്. ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞത് പാടില്ലായിരുന്നുവെന്നാണ് പലരും പറയുന്നത്.
തനിക്ക് താനാകാനേ കഴിയുമെന്നും മല്ലിക സാരാഭായ് ഫേസ്ബുക്കിൽ കുറിച്ചു. മലപ്പുറം തൃത്താലയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പട്ടാമ്പി സ്വദേശി ഷമീറാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 962 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. കൊല്ലം ചിതറയിൽ MDMA-യുമായി യുവാവ് പിടിയിൽ. കിഴക്കുംഭാഗം സ്വദേശി ജാസിമാണ് പിടിയിലായത്. പ്രതിയിൽ നിന്ന് 78 ഗ്രാം MDMA പിടിച്ചെടുത്തു. പ്രദേശത്ത് MDMA എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് പിടിയിലായ ജാസിം. പ്രതി നേരത്തെയും ലഹരിക്കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. തൃശൂർ പെരുമ്പടിക്കുന്നിൽ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. ചാഴൂർ സ്വദേശി സേവാ കൃഷ്ണയാണ് അറസ്റ്റിലായത്. വധശ്രമ കേസിൽ ഉൾപ്പെടെ പ്രതിയാണ് കൃഷ്ണ. വീട്ടിൽ അതിക്രമിച്ച് കയറി 62-കാരിയുടെ സ്വർണ്ണമാല കവർന്നത് കോഴിക്കോട് പെരുവയൽ സ്വദേശി സുജാതയുടെ 2 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല. മോഷണം നടക്കുന്ന സമയത്ത് വീട്ടിൽ സുജാത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മോഷ്ടാവുമായുള്ള പിടിവലിക്കിടയിൽ സുജാതയ്ക്ക് പരിക്കേറ്റു. 4 വയസ്സുകാരന്റെ അപകട മരണത്തെ തുടർന്ന് അടച്ചിട്ട പത്തനംതിട്ട കോന്നിയിലെ ആനക്കൂട് വിനോദസഞ്ചാരികൾക്ക് വീണ്ടും തുറന്നു നൽകും. നടപടി സുരക്ഷാ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം രാവിലെ 9:30 മുതൽ സഞ്ചാരികളെ പ്രവേശിപ്പിക്കും. ബലക്ഷയം വന്ന കോൺക്രീറ്റ് തൂണ് വീണ് 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ 4 ഉദ്യോഗസ്ഥർക്കെതിരെ വനംവകുപ്പ് നടപടിയെടുത്തിരുന്നു. മലപ്പുറം കവളപ്പാറയിൽ പരിക്കേറ്റ കാട്ടാന അവശനിലയിൽ തുടരുന്നു. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആനയ്ക്ക് മരുന്ന് നൽകി. കാട്ടാനയുടെ ദേഹത്തുണ്ടായ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. നിലവിൽ വനംവകുപ്പിന്റെ മെഡിക്കൽ സംഘം ആനയെ നിരീക്ഷിച്ചു വരികയാണ്. പ്രദേശത്തെ വൈദ്യുതി തൂൺ വീണാണ് ആനയ്ക്ക് പരിക്കേറ്റത്. തിരുവനന്തപുരം കടക്കാവൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടമ്മയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. ചിറയൻകീഴ് സ്വദേശി സുജിത് കുമാറിനെയാണ് വർക്കല അതിവേഗ കോടതി ശിക്ഷിച്ചത്. തടവിന് പുറമെ 1 ലക്ഷം രൂപ പിഴയടാക്കാനും ഉത്തരവ്. മലപ്പുറത്ത് 17 വയസ്സുകാരിയെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ പ്രതിക്ക് 4 വർഷം സാധാരണ തടവും 10,000 രൂപ പിഴയും ശിക്ഷ. ഉൾപ്പറ്റ സ്വദേശി മനോജിനെതിരെയാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചത്. 2023 ഫെബ്രുവരി 19-നാണ് കേസിനാസ്പദമായ സംഭവം. അതിജീവിതയെ ലൈംഗിക അതിക്രമത്തിനിരയാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതാണ് കേസ്. യുക്രൈനിലെ ധാതുക്കളുടെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം പങ്കിടുന്ന സുപ്രധാന കരാറിൽ ഒപ്പിട്ട് യുക്രൈനും അമേരിക്കയും. യുദ്ധത്തിൽ തകർന്ന യുക്രൈന്റെ പുനർനിർമ്മാണത്തിനായുള്ള സഹായത്തിന് പകരമായാണ് അപൂർവ ഭൂമിദാതാക്കളുടെ ലാഭവിഹിതം പങ്കുവയ്ക്കുന്നത്. ഏറെക്കാലത്തെ അനിശ്ചിതങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് കരാർ. കാസർഗോഡ് വിദ്യാനഗറിൽ ചക്ക മുറിക്കുന്നതിനിടെ കത്തിക്ക് മുകളിലേക്ക് വീണ് 8 വയസ്സുകാരൻ മരിച്ചു. മരിച്ചത് പാടി വെള്ളറൊടുക്ക സ്വദേശി സുലേഖയുടെ മകൻ ഹുസൈൻ ഷഹബാസ്. കളിക്കുന്നതിനിടെ കാൽ തെന്നി കുട്ടി കത്തിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. കൊടുവാൾ ഘടിപ്പിച്ചു വെച്ച പലകയിൽ വെച്ചാണ് ചക്ക മുറിക്കുന്നത്. ഇതിലേക്കാണ് കുട്ടി വീണത്. ഗുരുതരമായി മുറിവേറ്റ ഷഹബാസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇടുക്കി അടിമാലിയിൽ ഏത്തയ്ക്ക വ്യാപാരം നടത്തുന്ന വ്യാപാരിയുടെ കട ജപ്തി ചെയ്ത കേരള ബാങ്കിന്റെ നടപടിക്ക് തിരിച്ചടി. തൊടുപുഴ CJM കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് അധികൃതർ എത്തി കട തുറന്നു നൽകി. ബാങ്ക് അധികൃതർ എത്തി അപ്രതീക്ഷിതമായി കട ജപ്തി ചെയ്ത് സീൽ ചെയ്തത് ഇക്കഴിഞ്ഞ 10-ന്. തിരുവനന്തപുരം കൊട്ടാരക്കര ചിരട്ടക്കോണത്ത് 74-കാരി വെട്ടേറ്റു മരിച്ചു. ചിരട്ടക്കോണത്ത് സ്വദേശി ഓമനയാണ് മരിച്ചത്. ഓമനയെ ഭർത്താവ് കൊലപ്പെടുത്തിയെന്നാണ് സംശയം. ഭർത്താവ് കുട്ടപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം. പത്തനംതിട്ട ഏനാത്ത് യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഏനാത്ത് സ്വദേശി വിജീഷിന്റെ ഭാര്യ ലിനു. ഇന്നലെ ഉറങ്ങാൻ കിടന്ന യുവതിയെ രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണകാരണം വ്യക്തമല്ല. തൃശൂർ വെളുത്തൂരിൽ യുവാവിനെ 4-അംഗ സംഘം വീട് കയറി ആക്രമിച്ചതായി പരാതി. വെളുത്തൂർ സ്വദേശി ജിതിനെയാണ് സംഘം ആക്രമിച്ചത്. പരിസരവാസികളായ യുവാക്കളാണ് ആക്രമണത്തിന് പിന്നിൽ. ഇവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ജിതിന്റെ വീട്ടുകാർ പറയുന്നു. തലയ്ക്കും വാരിയലിനും പരിക്കേറ്റ ജിത് ചികിത്സയിലാണ്. കോഴിക്കോട് നഗരത്തിൽ 15-കാരിയെ ആക്രമിച്ച 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. ബീഹാർ കിഷൻഗഞ്ച് സ്വദേശികളായ ഫൈസൽ അൻവർ, ഹിമാൻ അലി എന്നിവരാണ് അറസ്റ്റിലായത്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 15-കാരിയെയാണ് ആക്രമിച്ചത്. സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ സിമന്റ് പുരണ്ട ചെരുപ്പ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കോഴിക്കോട് നരിക്കുനിയിൽ അഭിഭാഷകനെ CPIM പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. പോലീസിൽ പരാതി നൽകാൻ വയോധിക ദമ്പതിമാരെ സഹായിച്ചതിനാണ് മർദ്ദനം. നരിക്കുനി സ്വദേശി അഡ്വക്കേറ്റ് ആസിഫ് റഹ്മാനെയാണ് ആക്രമിച്ചത്. അതേസമയം പ്രദേശത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണമെന്നും ആസിഫിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയതെന്നും പ്രാദേശിക CPIM നേതൃത്വം വ്യക്തമാക്കി. പാലക്കാട് തിരുവേഗപ്പുറയിൽ അജ്ഞാതന്റെ കുത്തേറ്റ യുവാവിന് പരിക്ക്. വിളത്തൂർ സ്വദേശി രതീഷിനാണ് പരിക്കേറ്റത്. കയ്യിലും കഴുത്തിനും പരിക്കേറ്റ രതീഷ് വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ രതീഷ് പോലീസിൽ പരാതി നൽകി. കോഴിക്കോട് നഗരത്തിൽ കത്തി ചൂണ്ടി പണം തട്ടിയ സംഘത്തിലെ പ്രധാനി അറസ്റ്റിൽ. തട്ടിപ്പ് സംഘമായ ചക്കുംകടവ് സ്വദേശി മുഹമ്മദ് ഷംസീറിനെയാണ് കസബ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂട്ടുപ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ട്രാവൽ ഏജൻസി ഡ്രൈവർ ഗണേഷിനെ തടഞ്ഞു നിർത്തി സ്കൂട്ടറിലെത്തിയ 3-അംഗ സംഘം പണം കവർന്നെന്ന കേസിലാണ് അറസ്റ്റ്. കോട്ടപ്പറമ്പ് ആശുപത്രി പരിസരത്ത് വെച്ചായിരുന്നു സംഭവം. ATM പണമിടപാട് ഫീസ് വർധന പ്രാബല്യത്തിൽ. വർദ്ധിപ്പിച്ചത് സൗജന്യ പരിധിക്ക് ശേഷമുള്ള പണം പിൻവലിക്കൽ, നിക്ഷേപിക്കൽ, ബാലൻസ് പരിശോധന, മിനി സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ ഇടപാടുകൾക്കുള്ള ഇന്റർചേഞ്ച് ഫീസ്. 1 മാസത്തെ സൗജന്യ ഇടപാട് പരിധി കഴിഞ്ഞാൽ 23 രൂപ നികുതി നൽകണം. സേവിങ്സ് അക്കൗണ്ടുള്ള ബാങ്കിന്റെ ATM ഉപയോഗിച്ച് 1 മാസം മെട്രോ നഗരങ്ങളിൽ 3-ഉം മറ്റിടങ്ങളിൽ 5-ഉം ഇടപാടുകളാണ് സൗജന്യം. ബാങ്ക് നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ തടസ്സമുണ്ടായാൽ അത് ഇടപാടുകളായി കണക്കാക്കില്ല. ഇടുക്കി ബൈസൺ വാലിയിൽ ബസ് മറിഞ്ഞ് അപകടമുണ്ടായത് ബൈസൺ വാലി ടീ കമ്പനിക്ക് സമീപം. വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിൽ മറയുകയായിരുന്നു. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിലുണ്ടായിരുന്നത് കൈക്കുഞ്ഞടക്കം 14 പേർ. തൃശൂർ കുന്നംകുളത്ത് സ്വകാര്യ ബസ് പാടത്തേക്ക് മറഞ്ഞുണ്ടായ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അപകടത്തിൽപ്പെട്ടത് ഒറ്റപ്പാലത്ത് നിന്നും കുന്നംകുളത്തേക്ക് വന്നിരുന്ന മയിൽ വാഹനം എന്ന ബസ്. കുന്നംകുളം പുതിയ ബസ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നതിനായി സംസ്ഥാന പാതയിൽ നിന്നും ഫിഷ് മാർക്കറ്റ് റോഡിലൂടെ വന്നിരുന്ന ബസ് 8 അടിയോളം താഴ്ചയുള്ള പാടത്തേക്ക് മറയുകയായിരുന്നു. ഈ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. തിരുവനന്തപുരം കടയ്ക്കലിൽ തെങ്ങിൽ നിന്ന് വീണ തേങ്ങ കയറ്റിയ തൊഴിലാളി മരിച്ചു. ചായിക്കോട് സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. ക്ഷേത്രത്തിലേക്ക് കുരുത്തോല പറിക്കാനായി തെങ്ങിൽ കയറിയപ്പോഴാണ് അപകടം. എറണാകുളം മലയാറ്റൂരിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ഇടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കടന്ന വാഹനം പോലീസ് കണ്ടെത്തി. കോതമംഗലം ഭാഗത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് വാഹനം കണ്ടെത്തിയത്. അപകട സ്ഥലത്തു നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളും അപകടത്തിൽ തകർന്ന വാഹനത്തിന്റെ ഭാഗങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനം കണ്ടെത്തിയത്. ഇടുക്കി അടിമാലി ടൗൺ പരിസരത്തെ മാലിന്യം നിറഞ്ഞ ഓടകളും കൈത്തോടുകളും ശുചീകരിക്കുമെന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപനം നടപ്പായില്ല. മാലിന്യം നിറഞ്ഞ കൈത്തോടുകളുടെ സ്ഥിതി അതേപടി തുടരുന്നു. മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകാൻ പോലും പാടുപെടുന്ന സ്ഥിതിയിലാണ് പല ഓടകളും കൈത്തോടുകളും. തൃശൂർ നെടുമ്പാൾ ബിവറേജിൽ നിന്ന് മദ്യം മോഷ്ടിച്ചയാൾ റിമാൻഡിൽ. പള്ളം സ്വദേശി പ്രവീണിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. 15,760 രൂപയുടെ മദ്യമാണ് പ്രതി മോഷ്ടിച്ചത്. കഴിഞ്ഞ മാസം 29-നാണ് പ്രതി മോഷണം നടത്തിയത്. തൃശൂർ ആനാപ്പുഴയിൽ 25,000 രൂപ വില വരുന്ന 5 സൈക്കിളുകൾ മോഷ്ടിച്ച കേസിൽ യുവാവ് റിമാൻഡിൽ. ആനാപ്പുഴ സ്വദേശി അക്ഷയ് കുമാറിനെയാണ് റിമാൻഡ് ചെയ്തത്. അഞ്ചങ്ങാടിൽ പ്രവർത്തിക്കുന്ന സൈക്കിൾ വർക്ക്ഷോപ്പിൽ നിന്നാണ് പ്രതി സൈക്കിളുകൾ മോഷ്ടിച്ചത്. മലപ്പുറം ചമ്രവട്ടത്തു നിന്നും
പുഴമ്പ്രത്തേക്ക് മാറ്റിയ വിദേശ മദ്യശാലയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ സംയുക്ത സമരസമിതിയാണ് സമരവുമായി രംഗത്തുള്ളത്. ജനകീയ സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസ് കാവലിൽ മദ്യശാല പ്രവർത്തനം ആരംഭിച്ചു. തൃശൂരിൽ പലരിൽ നിന്നായി 1/2 കോടിയോളം രൂപ തട്ടിയെടുത്തയാൾ അറസ്റ്റിൽ. പഴയന്നൂർ സ്വദേശി സുരേഷാണ് അറസ്റ്റിലായത്. സ്ഥലം നൽകാമെന്നും ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. പറ്റിക്കപ്പെട്ട 7 പേർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പരാതിക്കാരിലേറെയും സ്ത്രീകളെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറഞ്ഞു. തൃശൂർ പടിയൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ റിമാൻഡിൽ. ചെറിയപ്പള്ളി സ്വദേശികളായ റൊണാൾഡ്, റിച്ചാർഡ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. പടിയൂർ സ്വദേശി അനന്തുവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തത്. മലപ്പുറം എടയൂർ പഞ്ചായത്തിലെ അംഗനവാടി ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിലെ 34 അംഗനവാടികൾ സംയുക്തമായി സംഘടിപ്പിച്ച ഭക്ഷ്യമേളയും നടന്നു. തിരുവനന്തപുരം വെള്ളറടയിൽ കാഴ്ചശക്തിയില്ലാത്ത വ്യാപാരിയോട് കടയുടമയുടെ ക്രൂരത. വ്യാപാരിയെ കടയിൽ നിന്ന് ഒഴിപ്പിച്ച ശേഷം അഡ്വാൻസ് തുക നൽകുന്നില്ലെന്നാണ് പരാതി. ആറാട്ടുകുഴി സ്വദേശി യേശുദാസും ഭാര്യ ബീനയുമാണ് ദുരിതത്തിലായത്. ആറാട്ടുപുഴ സ്വദേശി മണിക്കെതിരെയാണ് പരാതി. തൃശൂർ മണലൂർ മണ്ഡലം 5-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി PK രാജൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ പഹൽഗാം ആക്രമണത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഇന്ത്യൻ സൈന്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മണലൂർ സ്വദേശി അഭിദേവിനെ ആദരിക്കുകയും ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ മെയ് 3-ന് തുടക്കമാകും. ആലപ്പുഴയിലാണ് പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. KCEC ATTCയുടെ 14ാമത് സംസ്ഥാന സമ്മേളനം ജൂൺ 7, 8 തീയതികളിൽ നടക്കും. സമ്മേളനത്തിന്റെ സംഘാടന സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിലാണ് സമ്മേളനം നടക്കുന്നത്. ജില്ലയിൽ ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള പുലിമുട്ട് നിർമ്മാണത്തിന്റെ 1-ാം ഘട്ടം പൂർത്തിയായി. പുലിമുട്ടുകൾ നിർമ്മിക്കുന്നത് അമ്പലപ്പുഴ, ഹരിപ്പാട് എന്നീ നിയോജക മണ്ഡലത്തിലെ കാട്ടൂർ, അമ്പവഴപ്പുഴ, വട്ടച്ചാൽ, പതിയങ്കര, ആറാട്ടുപുഴ ഭാഗങ്ങളിൽ. IPL-ൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പുറത്ത്. പഞ്ചാബ് കിങ്സിനോട് തോറ്റതോടെ പ്ലേ ഓഫ് സാധ്യത മങ്ങി. പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്ന ഈ സീസണിലെ ആദ്യ ടീമാണ് ചെന്നൈ. ചെന്നൈ പരാജയപ്പെട്ടത് പഞ്ചാബ് കിങ്സിനോട് 4 വിക്കറ്റിന്. ഇന്ന് രാജസ്ഥാൻ മുംബൈ പോരാട്ടം. കണ്ണൂർ പയ്യന്നൂരിൽ MDMA-യുമായി യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. തുരുത്തി സ്വദേശി പ്രജിത, പെരുമ്പ സ്വദേശി ഷഹബാസ്, എട്ടാട് സ്വദേശി ഷിജിനാസ് എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച കാറിൽ സൂക്ഷിച്ച നിലയിൽ 10 ഗ്രാമിലേറെ കഞ്ചാവ് കണ്ടെത്തി. പയ്യന്നൂർ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. തൃശൂർ ചാലക്കുടിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മാള സ്വദേശി ജസ്റ്റിനാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 1.5 കിലോ കഞ്ചാവും പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. കൊല്ലത്ത് പോലീസുകാരെ മർദ്ദിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. അഞ്ചൽ സ്വദേശികളായ സൻസ, മകൾ നജുമ എന്നിവരാണ് അറസ്റ്റിലായത്. കഞ്ചാവ് പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പോലീസുകാരെ മർദ്ദിച്ചത്. പത്മപ്രഭ സാഹിത്യ പുരസ്കാരം കവിയും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണന്. കവി V. മധുസൂദനൻ നായർ അധ്യക്ഷനായ ജൂറിയാണ് ലീലാകൃഷ്ണന്റെ പേര് പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തത്. 75,000 രൂപയും പ്രശംസാപത്രവും പത്മരാഗക്കല്ലും പതിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ച ബംഗ്ലാദേശിലെ ഹിന്ദു സന്യാസി ചിന്മയ് കൃഷ്ണദാസിന് ജാമ്യം. ജാമ്യം ലഭിച്ചത് അറസ്റ്റിലായി 5 മാസത്തിന് ശേഷം. ചിന്മയ് അറസ്റ്റിലായത് ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചതിന്.
കൊൽക്കത്തയിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 14 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൊൽക്കത്ത ബുരാ ബസാറിലെ ഋതുരാജ് ഹോട്ടലിൽ തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കുവൈറ്റിലെ ഖൈറാൻ പ്രദേശത്ത് ബോട്ടിലുണ്ടായിരുന്ന തീപിടുത്തത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഖൈറാൻ അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഗ്നിശമന സേനാംഗങ്ങൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വയനാട് കൽപ്പറ്റയിൽ TV പൊട്ടിത്തെറിച്ച വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കൽപ്പറ്റ സ്വദേശി സജിനാണ് പരിക്കേറ്റത്. ഷോർട്ട് സർക്യൂട്ടാണ് TV പൊട്ടിത്തെറിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക വിവരം. കൈക്ക് പരിക്കേറ്റ സജിനെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദിവ്യ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.